Voice of Marketing, in touch with positive people. Dear my channel viewers, welcome to the Voice of Marketing. Wish you all the best and the success in your life. I have immense pleasure to invite all of you a new episode to face your challenge. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ പരസ്പരം സൗഹാർദ്ദപരമായി ജീവിക്കുമ്പോഴാണ് ഒരു സമൂഹം സക്സസ് ആവുന്നത്. നമ്മുടെയൊക്കെ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ്. അച്ഛനും അമ്മയും ഒക്കെ തന്നെയായിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരൊക്കെ ആയിരിക്കും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവരൊക്കെ വളരെയധികം സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ട്. എങ്ങനെ ഇൻ്റർപേഴ്സണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, നമുക്ക് എന്താണ് ഇൻ്റർപേഴ്സണൽ സ്കില്ല്, നമുക്കതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. പൊതുസമൂഹത്തിലെ എല്ലാവരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള എബിലിറ്റിയെ, കഴിവിനെ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെയായി ഇടപഴകുന്നതിനുള്ള കഴിവിനെ ആണ് ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ഇൻ്റർപേഴ്സണൽ സ്കില്ല് എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ് ആകണമെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഒരു കാര്യമാണ് ഐ കോണ്ടാക്റ്റ്. ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഓഫീസിൽ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡീലറുടെ ഒരു വലിയ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക, എവിടെ വന്നാലും ഐ കോണ്ടാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരാളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കണം. കണ്ണുകളിൽ നോക്കി ആണ് സംസാരിക്കേണ്ടത്. ആ കണ്ണിൻ്റെ ഭാഗത്തും പിന്നെ നെറ്റിയുടെ ഭാഗങ്ങളിലും ആയിട്ടായിരിക്കണം നമ്മുടെ വീക്ഷണം, നമ്മുടെ ലുക്ക് വന്ന് നിൽക്കേണ്ടത്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അയാളുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരും, നമ്മുടെ ശ്രദ്ധ അയാളിലേക്കും പോകും. ഈ സമയത്ത് ഏതെങ്കിലും കസ്റ്റമേഴ്സ് അവിടെ കയറി വരികയോ പോകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കോണ്ടാക്റ്റ് അയാളുടെ മുഖത്തേക്ക് തന്നെയായിരിക്കണം. ഫേസിൽ നോക്കി നമ്മൾ സംസാരിക്കണം. നമ്മുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങളും നമ്മൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഫേസിൽ നോക്കി വളരെ സ്മൈലോട് കൂടി നമ്മൾ പെരുമാറണം. എപ്പോഴും ഐ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോർട്ടായി കൊടുക്കേണ്ട ഒരു സാധനമാണ് സ്മൈല്. നന്നായിട്ട് പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയണം. ഒരു സ്മൈൽ ഉണ്ടായിരിക്കണം. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്, ഒരു പുഞ്ചിരി എന്നുള്ള സംഭവം. എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണത്. എന്ത് വലിയ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ഒരു പുഞ്ചിരിയിൽ സാധിക്കും. അത് ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ആ പുഞ്ചിരി വരുമ്പോൾ അതിന് ശക്തി കൂടും, അതിന് ബലം കൂടും. പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോഴും ഫേസിൽ നോക്കി കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻറ്റ് ലെവൽ വളരെ ഡെവലപ്പ് ചെയ്യും. അതുപോലെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കൂടി ചെയ്യണമല്ലോ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റോടെ അത് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഭാവം കൂടി അവിടെ കൊടുത്താൽ വളരെ ബെറ്ററായിരിക്കും. നമ്മൾ ഒരു കാരണവശാലും ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കിയോ അല്ലെങ്കിൽ റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ നോക്കിയോ അപ്പുറത്ത് നോക്കിയോ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ കസ്റ്റമറുടെ റിസപ്ഷനിലിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നോക്കിക്കൊണ്ടോ ഇരിക്കരുത്. ഏത് കസ്റ്റമറാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ആ കസ്റ്റമറുടെ ഫേസിലേക്ക് നോക്കിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൻ്റെ അത്രയും ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഒരു എഫക്റ്റീവും എഫിഷ്യൻ്റായ കമ്മ്യൂണിക്കേഷന് ഐ കോണ്ടാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് ലിസണിങ് എബിലിറ്റി. അതായത് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്, ഈ ലോകത്തുള്ള ഏത് മനുഷ്യർക്കും ലിസണിങ് എബിലിറ്റി വേണം. അത് ലിസണിങ് എബിലിറ്റിയെ ഇപ്പോൾ ഐ കോണ്ടാക്റ്റ് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണത് ലിസണിങ് എബിലിറ്റി എന്ന് പറയുന്നത്. ഒരാൾ നമ്മുടെ കസ്റ്റമർ എന്താണ് പറയുന്നത്
അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേട്ടിരിക്കുക എന്നുള്ളതാണ്. അത് ഒരു സ്പീച്ചാണെങ്കിലും അല്ലേ, ഒരു പ്രസംഗമാണെങ്കിലും അതുപോലെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്നയാൾ നമ്മൾ സംസാരിക്കുമ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുക, അത് നമ്മുടെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുക, ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യം കേൾക്കുക എന്നുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യം കേൾക്കുക എന്നുള്ളതിന് ലൈഫിൽ വളരെ പ്രാധാന്യമുണ്ട്. എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രോബ്ലംസും സോൾവ് ആവുന്നത് സമാധാനപരമായിട്ട്. മറ്റൊരാളുടെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക, മറ്റൊരാൾ വലിയൊരു പ്രശ്നത്തിലാണ്, അദ്ദേഹം അങ്ങ് പറഞ്ഞ് തീരട്ടെ, നിങ്ങൾ ക്ഷമയോടെ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ട് കേട്ടിരിക്കുക. അതൊരു എബിലിറ്റിയാണ്, അതൊരു കഴിവാണ്. ആ ഒരു കഴിവ് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ള കാര്യമാണ്. മറ്റുള്ളവരും പറയട്ടെ, ക്ഷമയോടെ അത് കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉറപ്പായിട്ടും കാണിച്ചിരിക്കണം. നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ലിസണിങ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കേൾക്കുക. ഈ ലോകത്ത് ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരെയും കേൾക്കുന്നതിലൂടെയാണ് നമ്മൾ വളരുന്നത്. എല്ലാവരെയും അനുസരിക്കുന്നതിലൂടെയാണ് നമ്മളും അനുസരണ പഠിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നും തുടങ്ങേണ്ട കാര്യങ്ങളാണ്. ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക, പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിയാൻ അനുവദിക്കുക. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം അങ്ങ് പറഞ്ഞു കഴിയുന്നവരെ നമ്മൾ സൈലൻ്റായിട്ടിരുന്ന് അത് ആക്റ്റീവായിട്ടിരുന്ന് വളരെയധികം അതൊരു ക്വാളിറ്റിയാണ്. ലിസണിങ് എബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഒരു ക്വാളിറ്റിയുള്ള കാര്യമാണ്. ഞാനൊരു ചെറിയ കാര്യം ഓർത്തു പോവുക. ഞാൻ സ്കൂളിൽ ജയകേരളം സ്കൂൾ പുല്ലുവഴിയിലാണ് പഠിച്ചത്. ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ എന്നറിയില്ല, സാറ് മാത്തമാറ്റിക്സ് വലിയ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ സാറിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ. ഒരു ഉണ്ണികൃഷ്ണൻ എന്നുള്ള സാറായിരുന്നു. അദ്ദേഹം ഈ വഴി ഇങ്ങനെയാണ് അടിക്കുള്ളൂ, ഇവിടെ അടിക്കും. ക്ലാസ് എടുക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹം ക്ലാസ് വളരെയധികം കെയറായിട്ട് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നയാളാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉണ്ണികൃഷ്ണൻ സാർ കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോൾ കളി കണ്ട് ഗ്രൗണ്ടിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. ഇത് വളരെയധികം പെട്ടെന്ന് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു, എന്നെ വിളിച്ചു, എന്താണ് ഇപ്പോൾ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഈ ഉരത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ചു, ഇങ്ങനെ ഭയങ്കരമായിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലുള്ള ആളാണ്. ഈ ഭാഗത്തേക്ക് അടിക്കുകയുള്ളൂ, ഇങ്ങനെ നിന്നിട്ട് ശരിക്കും അടിക്കും. ഇന്നത്തെ രക്ഷിതാക്കളൊക്കെയാണ് നേരെ പോയി കേസ് കൊടുക്കും. അതിന് മാത്രം അടി കൊണ്ട് എൻ്റെ കൈ വേദന, ഈ കൈ പൊക്കാൻ പാടില്ലാതെയായി. ഈ കൈ വലത് കൈ ഇങ്ങനെ പൊക്കാൻ പാടില്ലാതെയായി. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞില്ല. വീട്ടിലെങ്കിൽ അന്നത്തെ കാലത്ത്, എൻ്റെയൊക്കെ കാലത്ത് വീട്ടിൽ അധ്യാപകൻ അടിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വേറെ അടി കിട്ടും. ഏതെങ്കിലും ഒരു പ്രസംഗമൊക്കെ കേൾക്കാൻ പോയാൽ ഞാൻ വളരെ ഫ്രണ്ടിലായിരിക്കുന്നതെങ്കിൽ വളരെ കെയറായിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഞാൻ അതിൽ നിന്ന് പഠിച്ച പാടാണ്. അതിനുശേഷം അദ്ദേഹം അടുത്ത ദിവസം ക്ലാസ്സിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണിത് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മോൻ അങ്ങനെ ചെയ്യരുത്. തലോടിക്കൊണ്ട് ഗുണദോഷിച്ചു എന്നെ. അപ്പോൾ സാറ് മരിച്ചുപോയി എന്ന് ഞാൻ അതിനുശേഷമാണ് അറിഞ്ഞത്. സാറ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ സ്കൂളിൽ വന്നപ്പോൾ ആ സാറ് മരിച്ചുപോയെന്ന് അറിഞ്ഞു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതെനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ലിസണിങ് എബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം അത് ടെലഫോണിക്കിലുള്ള ലിസണിങ് ആണെങ്കിലും ഡയറക്റ്റ് കസ്റ്റമറെ മീറ്റ് ചെയ്തുള്ള ലിസണിങ്ങിലാണെങ്കിലും വളരെ കെയർ കൊടുക്കണം. അവരെ റെസ്പെക്റ്റ് ചെയ്യാണ് ലിസണിങ് നമ്മൾ കേൾക്കുക എന്നുള്ളത്. അവർ പറയുന്നത് കേൾക്കണം, അവർ വളരെ ആക്റ്റീവായിട്ട് കേൾക്കണം. അത് കേട്ട ശേഷം അതിന് എന്താണ് വെറുതെ തലയിട്ട് ആട്ടി മനസ്സ് വേറെ എങ്ങോട്ടോ മേയ്ക്കാൻ വിട്ടാൽ ഉണ്ണികൃഷ്ണ സാറ് അടിച്ച പോലുള്ള അടി കിട്ടും. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീറ്ററിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ്.
പറയണത്, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ളതാണോ, നമ്മുടെ പ്രൈസിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണോ, എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, ആ കാര്യം കൃത്യമായിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ, ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കൊടുക്കണമെങ്കിൽ ആ ലിസണിങ്ങിൽ വളരെ കെയറായിട്ട് നമ്മൾ ഇരിക്കണം, വളരെ ശ്രദ്ധിക്കണം, വളരെ ആക്റ്റീവായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമാണ് അത് പൂർണ്ണമാവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു എബിലിറ്റിയാണ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ സ്കില്ലിൽ വളരെ പരമപ്രധാനമായൊരു ഏരിയയാണ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടി മാർക്ക് കൊടുക്കുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മാർക്ക് കൊടുക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഫിലിം സൊസൈറ്റികളിലൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ സിനിമകൾ കാണാൻ പോകാറുണ്ട്, ഫിലിം സൊസൈറ്റികളിൽ. അപ്പോൾ അവിടെയൊക്കെ കൊറിയൻ സിനിമകൾ അല്ലേ, വേറെ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലുള്ള സിനിമകൾ അല്ലേ, ഒക്കെ ജർമ്മൻ, അങ്ങനെയുള്ള പല ഭാഷയിലുള്ള സിനിമകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ, ആ വെർബൽ കമ്മ്യൂണിക്കേഷൻ അറിഞ്ഞായിരിക്കില്ല ആ സിനിമ കാണുന്നത്. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ആക്ടിങ്, അവരുടെ മൂവ്മെൻറ്റ്, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കും നമ്മൾ ആ സിനിമ ആസ്വദിക്കുന്നത് ഒരു പരിധിവരെ അല്ലേ. ജീവിതം എന്ന് പറയുന്നത് അത് ഒരു പരിധിവരെ ഒരു തരത്തിലുള്ള ആക്ടിങ്ങാണ്. ഒരു കസ്റ്റമറെ കാണാൻ പോകുമ്പോഴും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്ന പോലെ ഒരു അഭിനയം തന്നെയാണ് അവിടെ കാഴ്ചവെക്കേണ്ടത്. അത് റിയാലിറ്റിയുള്ള അഭിനയം, ആത്മാർത്ഥ്യമുള്ള അഭിനയം ആണെന്ന് മാത്രം. എന്താണ് ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഒരു കസ്റ്റമറെ കാണുമ്പോൾ സംസാരിക്കേണ്ട രീതികൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടോക്ക് ചെയ്യുക, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ക്വാളിറ്റികൾ പറയുക, അതിൻ്റെ പ്രൈസിങ് പറയുക, അതിൻ്റെ ആഫ്റ്റർ സർവീസ് പറയുക, നമ്മളെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള പ്രിലിമിനറി ആയ കാര്യങ്ങളൊക്കെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും കമ്പനിയെക്കുറിച്ചും പ്രോഡക്റ്റിൻ്റെ ഗഹനമായ കാര്യങ്ങൾ, അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം അവരായിട്ട്. മാർക്കറ്റിങ്ങിൽ സജീവ സാന്നിധ്യമായിട്ട് ഫീൽഡ് വർക്ക് ചെയ്തും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക്, ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഈ ഇൻ്റർപേഴ്സണൽ സ്കില്ലിൽ ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ബോഡി ലാംഗ്വേജ്. വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് മാർക്കറ്റിങ്ങിൽ, ഇൻ്റർപേഴ്സണൽ സ്കില്ലിൽ ഞാൻ കൊടുക്കുന്ന മാർക്ക് ബോഡി ലാംഗ്വേജിന്. പലരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത്, ഈ ടൗണുകളിലൊക്കെ പോകുമ്പോൾ മരുന്ന് കച്ചവടക്കാർ അല്ലേ, തിരുമലിന് അല്ലേ, ഒടിവിന്, നടുവേദനയ്ക്ക് മരുന്ന് എന്ന് പറഞ്ഞത് അല്ലേ, നമ്മളെ പച്ചമരുന്നൊക്കെ കൂട്ടിയിട്ട് പടപടാന്ന് മലയാളത്തിൽ ഇങ്ങനെ വീശി അടിച്ച് സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. അവർ വളരെ ക്വാളിറ്റി ഉള്ളവരാണ്, ഞാൻ സമ്മതിക്കുന്നു. അവരുടെ ആ വെർബൽ കമ്മ്യൂണിക്കേഷനെ വളരെ ഒരു ഈണത്തിലങ്ങ് പറഞ്ഞു പോകുന്നത് കാണാം. പക്ഷെ മോഡേൺ മാർക്കറ്റിൽ നിൽക്കുന്നത്, ഇന്നത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് സംസാരിച്ച് ആരെയും കീഴ്പ്പെടുത്തുന്ന ഒരു മാർക്കറ്റല്ല ഇവിടെ ഉള്ളത്. ഫിസിക്കലായിട്ടുള്ള ഫിസിക്കൽ എക്സ്പ്രഷൻ, പിന്നെ അതിൻ്റെ വോയിസിൻ്റെ ഒരു ടോൺ, അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. പിന്നെ അപ്പിയറൻസ്, നമ്മുടെ രൂപം, ജസ്റ്റർ, ഒരു ആംഗ്യം ഉള്ള രീതികൾ, പോസ്റ്റർ, ഒരു ഭാവം, പിന്നെ നമ്മുടെ മൂവ്മെൻറ്റ്സ്, ആ കസ്റ്റമറെ കാണുമ്പോഴുള്ള മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം നമ്മുടെ ബോഡി ലാംഗ്വേജിൽപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മുടെ ഡ്രസ് കോഡൊക്കെ ആയിരിക്കും. ഡ്രസ് കോഡ് ശ്രദ്ധയിൽപ്പെടും. പിന്നെ നമ്മുടെ പെരുമാറ്റം, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് മാനേജർ ആയിക്കോട്ടെ, ടോപ്പ് ലെവലുള്ള മാർക്കറ്റിംഗ് ആയിട്ട് കസ്റ്റമറായിട്ട് മീറ്റ് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന, ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആരാണെങ്കിൽ പോലും നല്ല ഒരു പെരുമാറ്റം അവർക്കുണ്ടായിരിക്കണം. നല്ല ഒരു മാധുര്യത്തോടെ സംസാരിക്കാൻ അവർക്ക് കഴിയണം. പ്ലസൻറ്റ് ഫേസ് ഉണ്ടായിരിക്കണം. ഈ പ്ലസൻറ്റ് ഫേസിൽപ്പെട്ട കാര്യമാണ് ഒരു ഫിസിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന കാര്യം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ മൂവ്മെൻറ്റ്സുകളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മളല്ലാതെ ഒരു ഗമ കാണിക്കുന്ന രീതിയിലേക്ക് ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കാണുമ്പോഴോ ഒരു കസ്റ്റമറെ കാണാൻ ഒരു ഓഫീസിൽ പോകുമ്പോഴോ വലിയ ഗമ കാണിക്കുന്ന രീതിയിൽ നിൽക്കരുത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഡീലറുടെ അടുത്ത് എൻ്റെ ഒപ്പം, അപ്പോൾ കമ്പനിയുടെ വേറൊരു അതോറിറ്റിയെ, പേര് പറയുന്നില്ല, ഒരു 10-15 വർഷം മുമ്പാണ് ഒരു അതോറിറ്റിയെ വിട്ടു എൻ്റെ ഒപ്പം. അപ്പോൾ ഞാൻ അവിടുത്തെ കേരളത്തിൻ്റെ മാർക്കറ്റിങ്ങിലെ ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ് അവിടെ. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ വന്ന് ഞാൻ വളരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ലൈവായിട്ട് മാർക്കറ്റിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് എങ്ങനെ കസ്റ്റമറുടെ അടുത്ത് ഇടപഴകണം, എന്താണ് കസ്റ്റമർ, എന്താണ് നമ്മൾ, അതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞ ബോഡി ലാംഗ്വേജിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ബോഡി ലാംഗ്വേജ് ബെറ്റർ ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു 80% നിൽക്കുന്നത് ബോഡി ലാംഗ്വേജിലാണ്. അല്ലാതെ ബളബള കുറേ സംസാരിച്ച് ഷോപ്പിൽ നിന്ന് ഓർഡർ ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് ഒന്നും അവർക്കറിയാൻ പറ്റും. നമ്മളൊരു ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ പോലും നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആ കസ്റ്റമറായിട്ട്, അത് നേരിൽ കാണുമ്പോൾ അതാ ടോണിലും, അതാണ് വോയിസ് ഓഫ് ടോൺ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ടോണിൽ അറിയാൻ പറ്റും ഓരോ കാര്യം, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നല്ലപോലെ പെരുമാറാൻ പഠിക്കേണ്ടത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞ കഥ എന്നും വിട്ടുപോയി. അപ്പോൾ ഈ ഇദ്ദേഹം എൻ്റെ കൂടെ വന്നു. ഞാനൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് നിൽക്കാൻ നേരത്ത് ഇദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല. ഏത് നമ്മുടെ കസ്റ്റമറുടെ അടുത്തൊന്നും ചോദിക്കുന്നില്ല, എങ്ങനെ വന്നിട്ട് കൈ കെട്ടിക്ക് നിന്നു. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് കൈ കെട്ടാതിരിക്കൂ, അദ്ദേഹത്തോട് സംസാരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ പുള്ളിക്കത് ഇഷ്ടമായില്ല. അതിനുശേഷം ഇയാൾ, കാരണം ഈ മാർക്കറ്റിങ്ങിൽ ഒരു പെരുമാറ്റമുണ്ട്, അതാണ് ഇൻ്റർപേഴ്സണൽ സ്കില്ലിലെ വലിയൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആനയെ ഒരു പാപ്പാൻ എങ്ങനെയാണ് മെരുക്കിക്കൊണ്ട് നടക്കുന്നത്, അതുപോലെ കസ്റ്റമറെ മെരുക്കാൻ, കസ്റ്റമറുടെ അടുത്ത് പെരുമാറാൻ പഠിക്കണം. കസ്റ്റമറുടെ അടുത്ത് ഈ പെരുമാറ്റം എന്ന് പറയുന്നിടത്ത് ഇതിനകത്തൊരു വകതിരിവ് എന്നുള്ള സാധനമുണ്ട്. പണ്ടൊക്കെ നമ്മൾ കാരണന്മാരോട് ചോദിച്ചറിയാം എന്താണ് വകതിരിവ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കൈകെട്ടി നിന്ന് മിണ്ടാതിരുന്നത് ആ കസ്റ്റമർ ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം പുള്ളി നെക്സ്റ്റ് ഓർഡർ പോലും തരാൻ തയ്യാറായില്ല. കമ്പനിയുടെ ഒരു അതോറിറ്റി വന്നിട്ട് ഇങ്ങനെ ചെയ്തു എന്നത് മാനേജിങ് ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് എൻ്റെ പെരുമാറ്റത്തിൻ്റെ കുഴപ്പമെന്ന് പുള്ളി ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ പിന്നെ നെക്സ്റ്റ് ഒരു വേറൊരു കസ്റ്റമറെ ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സൗമ്യത വേണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളൊരു കാര്യം പറയുന്നതിലും പെരുമാറുന്നതിലും ഒക്കെ ഒരു സൗമ്യതയും ഒരു സ്നേഹവും ഒക്കെ ഉണ്ടാവണം. അതാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അല്ലാതെ വലിയ ഭയങ്കര കാര്യങ്ങളല്ല അത്. അതൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നു പോകുന്നതാണ് ഒരു പരിധി വരെ. നമ്മൾ ഒരാളോട് റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട ആളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ മര്യാദയ്ക്ക് പഠിച്ചു പോയവരൊക്കെയാണെങ്കിൽ നമ്മൾ അധ്യാപകരെ ബഹുമാനിക്കും, അല്ലേ? നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കും. ആ ബഹുമാനിക്കുന്ന വാക്കുകൾക്കൊപ്പം തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി അത് മൂവ് ആവും. അതൊക്കെയാണ് ഈ ഫിസിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് നമുക്ക് ഇപ്പോൾ അരമണിക്കൂറുണ്ടല്ലോ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വന്നാലോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അരമണിക്കൂറുണ്ട്, ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറയും നമ്മൾ വ്യത്യാസമില്ല. ഈ ബോഡി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു സജഷനാണ്, നമ്മുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടുകയാണെങ്കിൽ, ഇംഗ്ലീഷൊന്നും പറയണ്ട, മലയാളത്തിൽ പറയാൻ പറ്റിയ നല്ല സുഹൃത്തുക്കളെ കിട്ടുകയാണെങ്കിൽ
അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കൂടി കിട്ടുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ സുഹൃത്തുക്കളോ റിലേറ്റീവ്സോ അങ്ങനെയുള്ളവരെ കിട്ടുകയാണെങ്കിൽ അതിലൂടെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടെ ഈ ബോഡി ലാംഗ്വേജും ഈ പറഞ്ഞ പോലെ ഒരു ശരീരഭാഷയുണ്ട് സംസാരിക്കും. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതുപോലുള്ള നല്ല സൗഹൃദങ്ങളും സുഹൃത്തുക്കളെയും കിട്ടിയാൽ നമുക്ക് സാധിക്കും. പിന്നെ അത് കുറേശ്ശെ എക്സ്പീരിയൻസ് ഈസ് ദ മാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ അനുഭവത്തിലൂടെ ഓരോന്നും പഠിച്ചോളൂ. ഒരാൾ സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അത് വലിയ കാര്യമൊന്നുമല്ല എന്നല്ല പറയുന്നത്. അതിൽ സന്തോഷിക്കുക, അതിൽ അഭിമാനിക്കുക, നമ്മൾ കൂടി അഭിമാനിക്കുക. സാർ അങ്ങനെ ചെയ്യുന്നു, സാർ അത്രയും ഓടുന്നു, എല്ലാ ദിവസവും ഓടുന്നു അല്ലേ, സാർ അങ്ങനെ ചെയ്യുന്നു, ഞാനും അഭിമാനിക്കുന്നു, എൻ്റെ ഒരു കസ്റ്റമർ, എൻ്റെ ഒരു ഡീലർ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അയാൾ കുളിർ കോരും അങ്ങനെ പറയുമ്പോൾ. മനസ്സിലാവണ്ട, നമ്മൾ മറ്റുള്ളവരെ കൂടി നമ്മൾ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നേ, അവരും സന്തോഷിക്കട്ടെ. അപ്പോൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവരെ ഒപ്പം നിർത്തണം. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ, ആ കസ്റ്റമറെ നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വളരെ എളുപ്പ വഴിയാണ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ അഭിനന്ദിക്കുക. ഇൻ്റർപേഴ്സണൽ സ്കില്ലിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവരുടെ ഫീല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയാണ്, ഞാൻ ഒരു പാർട്ടിക്ക് ഒരു 50,000 രൂപയുടെ ഐറ്റം കൊടുത്തു, നാളെ കഴിഞ്ഞ് പൈസ കൊണ്ടു തരാമെന്ന് പറഞ്ഞു. അത് പൈസ എനിക്ക് കൊണ്ടു തന്നില്ല, ഞാനതിൽ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഞാൻ എങ്ങനെ കസ്റ്റമറിന് പൈസ കൊടുക്കും? നിങ്ങൾക്ക് ഞാൻ പൈസ തരാനുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അയാൾ അതിൻ്റെ കഥകൾ പറയുകയാണ്, അതിൻ്റെ പ്രോബ്ലംസ് പറയുകയാണ്. അങ്ങനെ ഒരു പ്രോബ്ലംസ് അയാൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അയാൾക്ക് ശരിക്കും ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേട്ടിരിക്കണം. മറ്റുള്ളവരെ അംഗീകരിക്കലാണത്. മറ്റുള്ളവരെ എന്താ പറയുക, അവരുടെ പ്രശ്നത്തിൽ നമ്മളൊന്ന് ഇൻവോൾവ് ചെയ്യാണ്. ഈ സിമ്പതിയും എമ്പതിയും രണ്ടും രണ്ടാണ്. കോവിഡ് കാലം കഴിഞ്ഞല്ലോ. അപ്പോൾ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് കോവിഡ് വന്നിരുന്നു. ഞാൻ എൻ്റെ ഒരു അടുത്ത ആളോട്, സുഹൃത്തിൻ്റെ പേര് പറയുന്നില്ല, എനിക്ക് ഇങ്ങനെ ഒരു മെഡിസിൻ വാങ്ങിച്ച് കൊണ്ടുവരണം, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ മതി, ഞാൻ എടുത്തോളാം, പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം, അയ്യോ കോവിഡ് വന്നോ, ആകെ കഷ്ടമായി പോയല്ലോ, അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ, അതിനുള്ള രക്ഷപ്പെടാനുള്ള കുറേ ടൂൾസുകൾ പുള്ളി പറഞ്ഞു തരികയാണ്. അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ 2 നേരം 4 നേരം പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മെഡിസിൻ എനിക്ക് കിട്ടിയില്ല. പുള്ളി പറഞ്ഞു, എനിക്ക് ഇത്തിരി വളരെ തിരക്കുണ്ട്, ഇന്ന് ഫുള്ള് ഞാൻ എൻഗേജഡാണ്, എനിക്ക് എത്താൻ പറ്റില്ല കേട്ടോ, അവിടെ എത്താൻ പറ്റില്ല. ഞാൻ ഇതുപോലെ തന്നെ എനിക്കിപ്പോൾ മെഡിസിൻ കിട്ടാതെ പറ്റില്ല. അതുകൊണ്ട് ആ രൂക്ഷമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരാൾക്കാരൊക്കെ ഇട്ട് ഓടിച്ചില്ലേ ഒരു സ്ഥലത്ത്, ആ സമയത്തൊക്കെയാണ്. അപ്പോൾ ഞാൻ വേറൊരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇതൊന്നും അത്യാവശ്യം കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും വാങ്ങിക്കണം, ഇത്രയും കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണം, ഈ മെഡിസിനും വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അയാൾ അത് കേട്ടു, അയ്യോ യെസ് എന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് തന്നെ അത് വാങ്ങിച്ചുകൊണ്ടൊന്നും വർത്താനം പറയാൻ നിന്നില്ല. പേയ്മെൻറ്റ് പോലും മേടിക്കാതെ വാങ്ങിച്ചോളൂ പൈസ. പിന്നെ അതിനുശേഷം നിർബന്ധിച്ച് കൊടുത്തെങ്കിലും ഈ മനുഷ്യർക്ക് ഇടയിൽ ഇങ്ങനെ 2 തരത്തിലുള്ള മനുഷ്യരുണ്ട്. ചിലർ നമ്മളെക്കുറിച്ച് അവർ പറയും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളാം. ഒരു പ്രാർത്ഥന ഉണ്ടാവില്ല. ചെയ്യുന്നവനെ വിശ്വസിക്കാം. നമുക്ക് വേണ്ടി ആക്റ്റീവായിട്ട് ഈ വർത്താനമൊന്നും പറയാതെ ചെയ്ത് കൊടുക്കുന്നവനെ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാതെ എന്തെങ്കിലും നമുക്ക് ചെയ്ത് തരുന്നവരെ നമുക്ക് വിശ്വസിക്കാം. അല്ലാതെ ഇങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് സുഖിപ്പിക്കുന്നവരെ നമ്മളങ്ങനെ വിശ്വസിക്കാൻ നിൽക്കരുത്. ആ സമയം ആക്ട് ചെയ്യുന്നവരെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പറയാതെ തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് തരുന്നവരുണ്ട്, അവരെ വിശ്വസിക്കുക. ഈ സിമ്പതി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ കോവിഡ് കാലത്ത് പറഞ്ഞ പോലെയുള്ള ആ സ്റ്റൈൽ ആൾക്കാരാണ്, ആദ്യം പറഞ്ഞ ടീമാണത്. എമ്പതി എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നം, അവരുടെ പ്രോബ്ലം എൻ്റെയും കൂടി പ്രോബ്ലമാണ്.
ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ അതിനെ എങ്ങനെ പ്രതികരിക്കും? ഞാനും അവനെപ്പോലെ തന്നെയല്ലേ എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് വരണമെങ്കിൽ ആദ്യത്തെ സാധനങ്ങളൊക്കെ വേണം. ലിസണിങ് വേണം. ലിസണിങ്ങായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണിത്. ആ പ്രോബ്ലത്തെ, ആ പ്രശ്നത്തെ വളരെ കെയറായിട്ട് നമുക്ക് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. ആ ഒരു മനസാന്നിധ്യം വേണം. അങ്ങനെയുള്ളവർക്കാണ് എമ്പതി ഉണ്ടാവുകയുള്ളൂ. ഒരു എമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ്. എന്നെപ്പോലെ തന്നെയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിന് ദാഹിച്ചാൽ എൻ്റെ ദാഹം പോലെ തന്നെയാണ് വേനൽക്കാലത്ത് നിൻ്റെ ദാഹം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ നിൽക്കുമ്പോൾ എൻ്റെ വിശപ്പ് പോലെ തന്നെയാണ് നിൻ്റെയും വിശപ്പ് എന്നുള്ള ഫീല് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കസ്റ്റമറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ അടുത്ത് 2 പ്രാവശ്യം പറയും, ഇന്ന് വന്ന് മീറ്റ് ചെയ്തില്ലേ, ഇന്ന് എനിക്ക് വൈഫിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് പോകണം, അതിനുശേഷം നമ്മൾ മീറ്റ് ചെയ്യാം, നാളെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാമോ ഓഫീസിൽ, എന്നിട്ട് മീറ്റ് ചെയ്യാം. അയ്യോ എനിക്ക് വേറെ തിരക്കുണ്ട്, എനിക്ക് അവിടെ മീറ്റ് ചെയ്യാനുള്ളതാണ്, ചിലപ്പോൾ സിനിമയ്ക്ക് പോകണമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമുണ്ടെങ്കിൽ അയാളുടെ ഫീല് നമ്മൾ ഉൾക്കൊള്ളുക, അയാളുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവിടെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കാണിക്കുക, അവിടെ വെയിറ്റ് ചെയ്യുക. അയാളുടെ പ്രശ്നങ്ങൾ തീർക്കട്ടെ, അയാളുടെ പ്രശ്നങ്ങൾ തീർത്ത് അയാളൊന്ന് ഫ്രീ ആവട്ടെ. എന്നിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ പ്രൈസിങ്ങിനെ കുറിച്ചും നിങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ചും നിങ്ങൾ ഓർഡർ എടുക്കാൻ നോക്ക്. അല്ലാതെ അയാൾ ഒരു കൊട്ട പ്രോബ്ലമായിട്ട് വന്നിരിക്കുമ്പോൾ അയാൾക്ക് ഐ കോണ്ടാക്റ്റ് കിട്ടില്ല, ലിസണിങ് കിട്ടില്ല, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒന്നും അയാൾക്ക് കിട്ടില്ല, നിങ്ങളുടെ സ്റ്റൈലുകളൊന്നും കിട്ടില്ല, നിങ്ങൾ വളരെ ഫീലോടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസാന്നിധ്യം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരു ഫ്രീ മൈൻഡ് ഉണ്ടാവണം. അതുപോലെ തന്നെ അയാളുടെ ഫീല്, അയാൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അത് ഫിനാൻഷ്യലായാലും അത് വേറെ കുടുംബപരമായാലും വേറെ പ്രോഡക്റ്റ് ബേസ് ആയാലും ക്വാളിറ്റി ബേസ് ആയാലും അയാളുടെ പ്രോബ്ലം എന്താണ് ഫേസ് ചെയ്യുന്നത് അത് സോൾവ് ചെയ്ത് കൊടുക്കണം. ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റ് വന്ന് നമ്മളൊരു പ്രോഡക്റ്റ് കൊടുത്തതിന് കംപ്ലൈൻറ്റ് പറഞ്ഞു, കസ്റ്റമർ അയാളെ വിളിച്ച് ചീത്ത പറഞ്ഞു, അയാൾ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് പറയുകയാണ് ഇങ്ങനെയൊക്കെ ആ കസ്റ്റമർ വന്ന് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ അടുത്ത് കുറച്ച് ആ തരത്തിൽ സംസാരിച്ചു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? നമ്മളത് സ്റ്റഡി ചെയ്യണം, നമ്മളത് പഠിക്കണം. അവിടെ പ്രോബ്ലം പറ്റിയത് എന്താണ്? നമ്മുടെ പ്രോഡക്റ്റിനൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്, ഓക്കെ, അത് അയാൾ നന്നായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ. അപ്പോൾ ആ കസ്റ്റമറെ കണ്ട് സംസാരിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കണം. അതുപോലെ അയാൾ ഇങ്ങനെ പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ വിൽക്കണ്ട, നിങ്ങളെന്നാൽ വേറെ വിറ്റോ, എന്നാൽ ഒരു വെട്ട് 2 കഷ്ണം എന്നാക്കി സംസാരിക്കുകയല്ല, ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് കൊടുക്കാം. അയാളെ മനസ്സിലാക്കണം. അയാളുടെ മനസ്സിൻ്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് അയാൾ നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കി അയാളെ മനസ്സിലാക്കുമ്പോൾ, അയാളുടെ ഫീല് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അയാൾ ഒരു കാര്യം ഉറപ്പിക്കും, ഇവനെ വിശ്വസിക്കാൻ കൊള്ളാം, ഇവൻ എൻ്റെ കൂടെ നിൽക്കും, ഇവന് പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാവും, ഇവൻ ഒരു നല്ല മനുഷ്യനാണ്, ഒരു മാനവികത, ഒരു മനുഷ്യത്വം, ഇതൊക്കെ ഇതിനെയൊക്കെയാണ് ഈ എമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുണ്ടായിരിക്കണം ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്. മസ്റ്റായിട്ട് ഒരു മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടോപ്പ് ലെവലുള്ള എല്ലാവർക്കും ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഉടമകളായിരിക്കണം. ഇൻ്റർപേഴ്സണൽ സ്കില്ലിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നെഗോഷിയേഷൻ സ്കില്ല്. നമ്മൾ നെഗോഷിയേഷൻ എപ്പോഴും നടത്താറുണ്ടല്ലേ. ഒരു ടെക്സ്റ്റൈൽസിൽ പോയാൽ അവർ 50 എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇത് 25-ന് കിട്ടുമെന്ന് ചോദിക്കും. ഞാൻ ചെറുപ്പത്തിൽ ഒരു കോളേജിൽ നിന്ന് ടൂറ് M.Com-നല്ല പ്രീ ഡിഗ്രിക്കാണോ ഡിഗ്രിക്കാണോ പഠിച്ചപ്പോൾ ഒരു ടൂറിനെ കുറിച്ച് ഓർത്തു പോവാ. മൈസൂർ പോയപ്പോൾ ഒരു പന്ത് പോലുള്ളൊരു സാധനമാണ്, 50 രൂപ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ചേർന്ന് അത് 30 രൂപയാക്കി. അത് പിന്നെയും നെഗോഷിയേറ്റ് ചെയ്തു, അതൊരു 20 രൂപയാക്കി. പിന്നെയും നെഗോഷിയേറ്റ് ചെയ്ത് ഇപ്പോൾ അയാളുടെ ഭാവം മാറി, അത് 25. അത് പിന്നെ നെഗോഷിയേറ്റ് ചെയ്ത് 10 രൂപയൊക്കെ നോക്കിയപ്പോൾ അയാൾ ഉണ്ട തരാം എന്ന് പറഞ്ഞ അയാൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് ചാടി വന്നു. അപ്പോൾ ഈ നെഗോഷിയേഷൻ ചെയ്യുമ്പോൾ അതൊരു രസകരമായ സംഭവം പറഞ്ഞെന്ന് മാത്രം.
എന്താണ് നെഗോഷിയേഷൻ സ്കില്ല്? നമ്മൾ നെഗോഷിയേഷൻ സ്കില്ലിന് ഇപ്പോൾ നമ്മുടെ അക്കോർഡിംഗ് ടു പോയിൻ്റ് ഓഫ് വ്യൂ, നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പോകുമ്പോൾ എവിടെയാണ് നമുക്ക് നെഗോഷിയേഷൻ പറഞ്ഞത്? നമ്മൾ പ്രൈസ് ലെവലിൽ സംസാരിക്കുമ്പോഴാണ് നെഗോഷിയേഷൻ്റെ ഒരു ഏരിയ കടന്നു വന്നത്. എന്താണ് പ്രൈസ് ലെവലിൽ സംസാരിക്കുമ്പോൾ നെഗോഷിയേഷൻ വന്നത്? ആദ്യം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മൂല്യം എന്ത്, ഇതിൻ്റെ ക്വാളിറ്റി എന്ത്, ഇതിൻ്റെ ഗ്യാരണ്ടി എന്ത്, ഇതിൻ്റെ മെറ്റീരിയൽ എന്ത്, ഇതിൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെ ഗുണങ്ങൾ, ഒരു കോമ്പറ്റീറ്റർ വിൽക്കുന്ന പ്രോഡക്റ്റും നമ്മളും തമ്മിലുള്ള ക്വാളിറ്റികൾ, ഗുണങ്ങൾ, അതിൻ്റെ വാല്യൂയെക്കുറിച്ചുള്ള നല്ല ഒരു അവബോധം, ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഒരു അവബോധം, അതിൻ്റെ ആഫ്റ്റർ സർവീസിനെ കുറിച്ചുള്ള അവബോധം, ഇതൊക്കെ കൊടുത്ത ശേഷം വേണം പ്രൈസിൻ്റെ ഒരു മാറ്ററിലേക്ക് കയറാൻ. നമ്മൾ അങ്ങനെ പ്രൈസിങ്ങിൻ്റെ മാറ്ററിലേക്ക് കയറുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് രണ്ടു പേർക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ആ രീതിയിൽ നമ്മൾ സംസാരിക്കണം. നമ്മൾ എതിരിരിക്കുന്ന ആൾ എന്ത് സ്വഭാവക്കാരനാണ്, അയാൾ എന്ത് ലെവലിൽ നിൽക്കുന്ന ആളാണ്, ഇപ്പോൾ വില്ല പ്രോജക്റ്റിൻ്റെ നെഗോസിയേഷൻ ആയാലും, നമ്മുടെ സാധാരണ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ നെഗോസിയേഷൻ ആയാലും, അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് ലെവലിൽ താഴെ പുള്ളി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭയങ്കര ഒരാളായിട്ട് നെഗോസിയേഷൻ വരാം. അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പ് ലെവൽ മാനേജറെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു 10 ലക്ഷത്തിൻ്റെ ഓർഡർ എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിലേക്ക് ഒരു പുതിയ അപ്പോയിൻമെൻറ്റ് നടത്തുകയാണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിൻമെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ എന്തെല്ലാം ഫെസിലിറ്റികൾ അദ്ദേഹത്തിന് കൊടുക്കും? ഇപ്പോൾ നിങ്ങൾ ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആഫ്റ്റർ സർവീസായിട്ട് വേറെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ, വേറെ ടേൺ ഓവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര ആളെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അയാളൊന്ന് തകർത്ത് ആകെ നാശാക്കി കളയും എന്നുള്ള ഫീല് അയാളിൽ വരുത്താതെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരു നെഗോസിയേഷൻ വന്നിരിക്കുമ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ പോകണം. പതുക്കെ നമ്മുടെ എയിമുകളിലേക്ക് നമ്മൾ പതുക്കെ അടിവെച്ച് നീങ്ങണം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അദ്ദേഹം നെഗോസിയേഷൻ, അപ്പോൾ നമ്മുടെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നു, നമ്മുടെ ക്വാണ്ടിറ്റിയെക്കുറിച്ച് പറയുന്നു, നമ്മുടെ ആഫ്റ്റർ സർവീസിനെ കുറിച്ച് പറയുന്നു, നമ്മുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം നമ്മുടെ വാല്യൂ എന്താണെന്നുള്ളൊരു ധാരണ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ട് രണ്ടുപേർക്കും അണ്ടർസ്റ്റാൻഡിങ് ആയ രീതിയിൽ വേണം ഒരു നെഗോസിയേഷൻ ക്ലോസ് ചെയ്യാൻ. ഇൻ്റർപേഴ്സണൽ സ്കില്ല് ഡിസ്കസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കസ്റ്റമറോട് എപ്പോഴും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. അയാൾ ഓർഡർ തന്നു, നമ്മുടെ ഡീലറായി മാറി. അപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ, സാറേ ഓർഡർ തന്നതിൽ വളരെ താങ്ക്സ്, നന്ദിയുണ്ട്, എപ്പോഴും ഒരു താങ്ക്സ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും താങ്ക്സ് കൊടുക്കാതെ പോകുന്നവരാണ്. ഒരു ഓർഡർ എടുത്ത് നിങ്ങൾ ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു താങ്ക്സ് പറഞ്ഞു, താങ്ക് യു സാർ, ഈ ഓർഡർ എത്രയും പെട്ടെന്ന് ഞങ്ങളത് അയച്ചു തരാം, ഇവിടെ എത്തിച്ചു തരാം എന്ന് പറഞ്ഞാൽ ആ തരത്തിലൊരു ഷെയ്ക്കാൻ്റെ കൊടുത്തൊരു ഡീല് ചെയ്യണം. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ നമ്മൾ പൊതുസമൂഹത്തിലായാലും മറ്റുള്ളവരോടായാലും നിങ്ങളുടെ സുഹൃത്തുക്കളോടായാലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു വേർഡുണ്ട്, വാക്കുണ്ട്. മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതിനകത്തുള്ളത്. അത് നമ്മൾ ചെയ്തിരിക്കണം. ഈ ലോകത്തിൽ എല്ലാവരും തോറ്റിരിക്കുന്നത് എന്തിനു മുന്നിലാണെന്ന് പറയുന്നത്? സ്നേഹത്തിന് മുന്നിലാണ്. ഈ സ്നേഹമേ അത് പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് കാണിക്കാനുള്ളതാണ്, സംസാരത്തിലൂടെ നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ പ്രകടിപ്പിക്കാനുള്ളതാണ്. അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് കസ്റ്റമറോടായാലും, ഇവിടെ ഞാൻ സംസാരിക്കുന്നത് മാർക്കറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഏരിയയിൽ വെച്ച് നമ്മുടെ ഡീലറുടെ അടുത്തോ നമ്മുടെ കസ്റ്റമറുടെ അടുത്തോ അത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം നമുക്ക് ഉണ്ടാകണം. അന്ന് അയാൾ ആ നല്ല കാര്യം ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്താണ്, അയാൾ അതിനൊരു നന്ദിയില്ലല്ലോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് ചിലപ്പോൾ അതിനേക്കാൾ നല്ലൊരു കാര്യം, ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് മറ്റൊരു കസ്റ്റമറിൽ നിന്നോ മറ്റൊരാളിൽ നിന്നോ ആയിരിക്കാം. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലം നമ്മൾ ഇച്ഛിക്കാതെ തന്നെ, ആഗ്രഹിക്കാതെ തന്നെ കർമ്മം ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഫലം നമുക്ക് വേറെ ആരെങ്കിലുമായിട്ട് നമുക്ക് കിട്ടിക്കോളും. അങ്ങനെ നമ്മളൊരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഞാൻ നിനക്ക് ഇത് ചെയ്തു തരുമ്പോൾ നീ എനിക്ക് അത് ചെയ്തു തരണം, അങ്ങനെ ഒരു കണ്ടീഷൻ ജീവിതത്തിൽ
കീപ്പ് ചെയ്യേണ്ട, നിങ്ങൾ പേഴ്സണൽ ലൈഫിലും കീപ്പ് ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായമാണ്. കസ്റ്റമറുടെ അടുത്ത് പോലും അത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റമർ എന്ന് പറയുന്നത് ചില കസ്റ്റമർ 5 മണിക്ക് ഒരു രീതി പറയും, 6 മണിക്ക് മാറ്റി പറയുന്നവരുണ്ട്. പലരും പല രീതിയിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഒരു മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ അവനോടൊപ്പം യാത്ര ചെയ്യണം, അല്ലെങ്കിൽ അയാളോടൊപ്പം ഒരു രാത്രി ഉറങ്ങണം എന്ന് പറയുന്നത്. ഈ ഇൻ്റർപേഴ്സണൽ സ്കില്ല് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഇത് ആവേശത്തോടെ ഇത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചവർ എഫിഷ്യൻ്റായിട്ട് അവർ മാർക്കറ്റിങ്ങിൽ ഏത് പ്രോഡക്റ്റും വിൽക്കാനുള്ള കൈപ്പബിലിറ്റിയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഓൾ ദ ബെസ്റ്റ്.